രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദാരുണമായ മരണം ഉണ്ടാക്കിയ അല്ലെങ്കിൽ മരണത്തിനിടയാക്കിയ ചെറിയ കൈത്തോടാണത്. ഇവിടെ നിന്നും ഏതാണ്ട് 100 മീറ്റർ മാത്രം മുകളിലാണ് ഈ കുട്ടികളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രൻകുന്നിൽ ബിജുവിന്റെ മക്കളാണിവർ. ഇവർ വൈകുന്നേരം കുളിക്കാനായി ഈ ചെറിയ കൈത്തോട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഈ കൈത്തോട്ടിൽ കുളിക്കുന്ന സമയത്ത് തൊട്ട് സമീപത്ത് തന്നെ ഒരു കാട് പോലെ നിൽക്കുന്ന സ്ഥലം നമുക്ക് കാണാം. അവിടെ ഒരു വലിയ തേക്ക് മരം നിലനിൽക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ തേക്ക് മരത്തിന്റെ ഒരു ചില്ല ഒടിഞ്ഞ് സമീപത്ത് തന്നെയുള്ള ഒരു പോസ്റ്റിലേക്ക്, ഈ പോസ്റ്റ് ഈ ചെറിയ തോടിന് കുറുകെ കടന്നുപോകുന്ന ഒരു വൈദ്യുതി കമ്പിയാണ്. ആ വൈദ്യുതി കമ്പി ഉള്ള ടെലിഫോൺ ഇലക്ട്രിക് പോസ്റ്റിലേക്കാണ് ആ തേക്കുമരം വീണത്. ആ തേക്കുമരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈൻ പൊട്ടുകയും ഈ തോടിന് കുറുകെ നടക്കുന്ന ഈ വെള്ളത്തിലേക്ക് വീഴുകയുമായിരുന്നു. ഇതേ രീതിയിൽ തന്നെ ആവാം ഒരുപക്ഷെ ആ കുട്ടികൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വൈദ്യുതി കമ്പി പൊട്ടി ഈ വെള്ളത്തിലേക്ക് വീണത്. തുടർന്ന് വൈദ്യുതി പ്രവാഹം ഉണ്ടാവുകയും കുട്ടികൾ ഷോക്കേറ്റ് മരിക്കുകയുമായിരുന്നു. ഇതിനുശേഷം പിന്നീട് കുട്ടികൾ ഏറെ നേരം ഒരുപക്ഷെ വെള്ളത്തിൽ കടന്നിരിക്കാം എന്നൊരു നിഗമനമാണുള്ളത്. മറ്റു ചില കുട്ടികൾ കൂടി കുളിക്കാനായി ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് രണ്ടുപേർ വെള്ളത്തിൽ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഈ വൈദ്യുതി കമ്പി കാണുകയും ഒരുപക്ഷെ ഷോക്കേറ്റതാണ് എന്നൊരു വിലയിരുത്തലിൽ മുതിർന്നവരെ വിളിക്കുകയും അവർ വന്ന് ഫ്യൂസ് ഊരിയ ശേഷമാണ് കുട്ടികളെ പുറത്തേക്കെടുക്കുകയും ചെയ്ത് ഉടൻ തന്നെ കുട്ടികളുമായി ആശുപത്രിയിലേക്ക് പോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. നമുക്കൊപ്പം നാട്ടുകാരായ ആളുകൾ തന്നെയുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, വലിയ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറിയ തോടാണിത് അല്ലെ? എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ പിള്ളേര് മഴയായിരുന്നു, മഴയത്ത് മീൻ പിടിക്കാനാന്നുള്ള ഉദ്ദേശത്തിൽ വന്നതായിരിക്കാനാണ് സാധ്യത. അവരിവിടെ തോട്ടിൽ ചാടി, അപ്പം ലൈൻ പൊട്ടി വീണു. അപ്പോൾ അവർക്ക് അബദ്ധത്തിൽ ഷോക്ക് ഏറ്റതാണ്. കൂടെ ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ വന്നപ്പോഴത്തേക്കിനും ഇവിടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ വന്ന് ഫ്യൂസ് ഊരി ബോഡി എടുത്ത് ഇവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ എത്തിക്കുകയാണ് ഉണ്ടായത്. ഇതിപ്പം ഈ മഴക്കാലത്ത് മാത്രമായിരിക്കും വലിയ വെള്ളം ഒഴുക്കുണ്ടാവും അല്ലേ? ഇവിടെ മഴക്കാലത്തെ വെള്ളം ഒഴുക്കുള്ളൂ. ചെറിയൊരു കൈത്തോടെന്ന് പറയാനേ ഉള്ളൂ. ഇവിടെ മുങ്ങി മരിക്കാനുള്ള വെള്ളമൊന്നും ഇല്ല. ഇവിടെ ഈ ഷോക്കേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ തേക്കിന്റെ കമ്പായിരിക്കും ഒടിഞ്ഞത് അല്ലെ? മറുവശത്തുള്ള ഒരു തേക്കിന്റെ ചെറിയൊരു ശിഖരമാണ് ഒടിഞ്ഞ് ലൈനിന്റെ മുകളിലോട്ട് വീണു. അപ്പൊ ലൈൻ പൊട്ടി, അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ഇവിടെ എങ്ങനെ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് വന്ന് കളിക്കുന്ന സ്ഥലമാണ്? ഇവിടെ കുട്ടികളൊക്കെ എപ്പോഴും വരുന്നതാണ്. ചെറിയ കുട്ടികൾ മീൻ പിടിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് എല്ലാരും കൂടെ കൂട്ടി അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ കാറെടുത്ത് ഇവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നിട്ട് സ്റ്റേഷനിൽ പോയി അവിടെ അറിയിച്ചു. അവിടെ തന്നെ KCB-കാരുണ്ടായിരുന്നു. അവരോടും പറഞ്ഞു. അവരപ്പം തന്നെ ഇങ്ങോട്ടുള്ള മുഴുവൻ ലൈനെല്ലാം കട്ട് ചെയ്തു. അങ്ങനെയാണ് സംഭവിച്ചത് മൊത്തത്തിൽ. നിങ്ങൾ വന്നപ്പം ഈ കുട്ടികളായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ അത് നിങ്ങൾ ഈ കുട്ടികൾ അങ്ങോട്ട് വന്നില്ല, ഞാൻ വണ്ടി എടുത്ത് വന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും പിള്ളേരെ അങ്ങോട്ട് എത്തിച്ചായിരുന്നു. അപ്പൊ തന്നെ വണ്ടി കയറ്റി പിള്ളേരെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം ഒരാളെ കൊണ്ടുപോയി, പിന്നെ രണ്ടാമത് വേറൊരാളെ കൊണ്ടുപോയി അവിടെ എത്തിച്ചു. അന്നേരം നേരെ സ്റ്റേഷനിൽ പോയി അവരെ റിപ്പോർട്ട് ചെയ്തു. ഈ കുട്ടികൾ നിങ്ങൾ കാറെ കൊണ്ടുപോകുമ്പോൾ മരിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു? അത് എത്ര നേരം ഇവിടെ കടന്നു നമുക്ക് അറിയില്ലല്ലോ. അന്ന് നല്ല മഴയും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വീട്ടിലാണെങ്കിൽ കറണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടി വീട്ടിലേക്ക് വന്നു. ഇങ്ങനെയാണ് കാര്യം പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ വണ്ടി എടുത്ത് ചെന്നു. കുട്ടികളാണോ വന്ന കാര്യം പറഞ്ഞത്? വേറൊരു പെങ്കൊച്ചാണ് വന്നത്. അപ്പൊ ഇവിടെ തന്നെയുള്ള വീട്ടിലുള്ള തന്നെയാണ്. അപ്പൊ അവര് വന്നു, കരഞ്ഞോണ്ട് വന്നു. തന്നെ വണ്ടി എടുത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാരും കൂടെ വന്ന് ഇവിടെ എത്തിച്ചായിരുന്നു. നേരെ വണ്ടിയിലോട്ട് കയറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതിപ്പോ ഷോക്ക് ഏറ്റിട്ട് എത്ര നേരമായെന്നുള്ള ഒരു ധാരണ നമുക്ക് ഇല്ലല്ലേ? അറിയില്ല. ഷോക്കേറ്റ് അധികം നേരം കിടക്കാൻ സാധ്യതയില്ല. ഇവിടെ അന്നേരം കൂടെയുള്ള പിള്ളേരെ കാണാനാണ് സാധ്യത. ഞങ്ങൾ അങ്ങനെയാണ് അറിഞ്ഞത്. കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് അറിയത്തില്ല. എന്തായാലും ഷോക്കേറ്റ് എത്ര നേരം വെള്ളത്തിൽ കുട്ടികൾ കടന്നുവെന്നും അറിയാൻ കഴിയുന്നില്ല. കാരണം പിന്നീട് ഒപ്പമുള്ള കൂട്ടുകാരായ പെൺകുട്ടികൾ, ഈ വീടിന് സമീപത്ത് തന്നെയുള്ള പെൺകുട്ടികൾ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ രണ്ടുപേരും ഈ ഷോക്കേറ്റ് വെള്ളത്തിൽ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇതാണ് ഈ വൈദ്യുതി കമ്പി. ഈ കാട്ടിനുള്ളിലൂടെ, ഈ റബ്ബർ തോട്ടത്തിനുള്ളിലൂടെയാണ് മറുവശത്തേക്കുള്ള സ്ഥലത്തേക്ക് ഈ കമ്പി കടന്നു പോകുന്നത്. ഒരുപക്ഷെ മറ്റു കുട്ടികൾ അബദ്ധവശാൽ ഈ രണ്ട് കുട്ടികൾ ഷോക്കേറ്റ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടാതെ ഒരുപക്ഷെ ഇവിടേക്ക് എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ദുരന്തം കൂടി സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും ആ കുട്ടികൾ അത് കണ്ടതുകൊണ്ടും മറ്റ് കുട്ടികൾ ഇതിലേക്ക് വരാതിരുന്നുകൊണ്ടും വലിയ അപകടം ഒഴിവായ ഒരു സാഹചര്യമുണ്ട്. വളരെ ചെറിയൊരു കൈത്തോടാണ് അല്ലേ? അതെ കൈത്തോടാണ്. എന്താണ് സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞത്?
നമ്മളിങ്ങനെ അങ്ങാടിയിൽ നിന്ന് അറിയുന്നു ഇങ്ങനെ ലൈൻ കമ്പി പൊട്ടി വീണ് വെള്ളത്തില് പിള്ളേര് വീണെന്നുള്ളതാണ്. കെ എസ് ബി കാരൊന്നും അറിയിച്ചപ്പോ വന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട്. എന്നും പറയുന്നു ഇങ്ങനെ, അങ്ങനെ സംസാരം അവിടെ കേട്ടു. അങ്ങനെ അവര് വന്നില്ല, പിള്ളേര് തന്നെയാണ് പേസ് ഊരിയെന്നൊക്കെ കേൾക്കുന്നു. പിള്ളേരാരാ പോയി ഊരിയെന്നാ, നമുക്ക് അതിനെപ്പറ്റി കുറച്ചു നേരം കിടന്നോന്ന് അറിയാനും പറ്റില്ലല്ലേ? അതിനെപ്പറ്റി കൃത്യം ഒന്നും അറിയില്ലല്ലോ. നമ്മള് വേറൊരു ശവടക്കിലായിരുന്നു, കോടഞ്ചേരി പള്ളിയിലായിരുന്നു. അത് ഈ പിള്ളേരുടെ അപ്പനും ഉണ്ട് അടക്കിന് ആ കൂടെ ഉണ്ടായിരുന്നു. അപ്പനെ ഞങ്ങള് പള്ളിയിൽ നിന്ന് കണ്ടതാ. അതെ അതെ, അത് കഴിഞ്ഞ് ഇങ്ങനെ അടക്ക് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ സംഭവം. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വ്യക്തത, അതായത് എത്ര നേരം കിടന്നുവെന്നറിയില്ല. പക്ഷേ നാട്ടുകാർ പലരും നമ്മോട് പറഞ്ഞിരുന്നു, KCB ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചിരുന്നു ഉടൻ തന്നെ. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല. പലപ്പോഴും ഫോൺ എടുക്കാൻ കഴിയാത്ത സാഹചര്യം, പലതവണ ട്രൈ ചെയ്തിട്ടും KCB ഉദ്യോഗസ്ഥർ KCB ഓഫീസിൽ ഫോൺ എടുത്തില്ല. തുടർന്ന് കുട്ടികൾ തന്നെയാണ് മുതിർന്നവരോട് പറയുകയും കുട്ടികളിൽ ഏതാനും ആളുകൾ തന്നെയാണ് ആ ഫ്യൂസ് ഊരിയ ശേഷം പിന്നീട് വെള്ളത്തിലേക്ക് ഇറങ്ങിയെന്നും പറഞ്ഞു. എന്തായാലും കുട്ടികൾ മറ്റുള്ള കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങാതെ വന്നത് ഒരു വലിയ അപകടം ഒഴിവാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വലിയ ദുരന്തമാണ്, ഒരു ചെറിയ കൈത്തോട്ടിൽ വലിയ ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.